ഏറെ പ്രിയപ്പെട്ടവർക്ക് മലയാളം എന്ന വീഡിയോ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം 2ലെ ആദ്യത്തെ യൂണിറ്റും അതുപോലെ തന്നെ ആദ്യത്തെ പാഠഭാഗവുമാണ് നമ്മളിവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. യൂണിറ്റിൻ്റെ പേര് കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അരങ്ങും പൊരുളും. അരങ്ങും അത് കണ്ടെത്തുന്ന പൊരുളുമാണ് നമുക്ക് ഈ യൂണിറ്റിൽ പരിചയപ്പെടാനായിട്ടുള്ളത്. മനുഷ്യനെ സാമൂഹിക ജീവിതത്തിലേക്കും അതിനെ പുരോഗമന ആശയങ്ങളിലേക്കും പരിവർത്തനത്തിലേക്കുമൊക്കെ എത്തിച്ചതിൽ കലയ്ക്ക് വലിയ പങ്കുണ്ട്. അരങ്ങ് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ അരങ്ങുകളിൽ നിന്ന് തന്നെയാണ് സമൂഹജീവിയായിട്ട് മനുഷ്യൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കല മനുഷ്യൻ്റെ ചോരയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അവിടെ ഒരു മരച്ചുവടും അതോടൊപ്പം തന്നെ നാടകത്തിൻ്റെ മുഖമൂടികളും ആൾക്കൂട്ടങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം അവിടെ പ്രവേശകത്തിൽ തന്നിട്ടുണ്ട്. അതിന് താഴെ ടാഗോറിൻ്റെ വരികളും കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. കല ആനന്ദമാണ്. ആ ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയുമാണ്. മനുഷ്യൻ അവന് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, കലാപരമായ ഇടപെടലുകൾ നടത്തുമ്പോൾ അവൻ അതിൽ നേടിയെടുക്കുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ്. കല എന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിലെ എല്ലാ മേഖലയും സ്പർശിക്കുന്ന ഒന്നാണ്, അല്ലേ? വരയ്ക്കുന്നതോ പാട്ടുപാടുന്നതോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ഒരു ആർട്ട് പോലെ, കല പോലെ ഏറ്റവും പരിശുദ്ധമായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ഏറ്റവും സന്തോഷമുള്ളതാക്കി തീർക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. ഞാനിങ്ങനെ വീഡിയോ ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിക്കുന്നതും ക്ലാസ്സിൽ കുട്ടികളോട് സംസാരിക്കുന്നതും അതിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഉള്ളിൽ ഞാനതിനെ കലയായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഇഷ്ടമുള്ള പ്രവൃത്തിയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൽ നിന്നും കിട്ടുന്നത് ഒരു വലിയ സന്തോഷമാണ്. ഓരോ കലാകാരനും അല്ലെങ്കിൽ കലാപരമായ ഇടപെടലുകൾ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള താല്പര്യമുള്ള ഓരോ വ്യക്തിക്കും തീർച്ചയായിട്ടും ആ വലിയ സന്തോഷത്തെ മനസ്സിൽ നേടിയെടുക്കാൻ കഴിയുന്നുണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ടാഗോർ പറയുന്ന ഈ വരികളിൽ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എന്താണ്? നിങ്ങൾക്കും ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. വരയ്ക്കാനറിയുന്ന, പാടാനറിയുന്ന, കലയോട് സ്നേഹവും കല ആസ്വദിക്കാൻ കഴിയുന്നവരാണല്ലോ നിങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കല മനുഷ്യനെ എങ്ങനെയുള്ളവനാക്കി തീർക്കുന്നു എന്നുള്ളതിൻ്റെ അഭിപ്രായം, നിങ്ങളുടെ നിരീക്ഷണം അതിന് ചുവടെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് കൊടുക്കണം. നമുക്ക് മലയാളം 2ലെ ആദ്യത്തെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. ചിത്രകാരി എന്ന കഥയാണ് ഈ യൂണിറ്റിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു പാഠഭാഗം പഠിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം എനിക്കുണ്ട്. അതാദ്യമേ ഞാൻ പറയട്ടെ. ഈ കഥ എഴുതിയിട്ടുള്ളത് ഷാഹിന EK എന്ന് പറയുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ്. ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത് കോളേജിൽ നാഷണൽ സെമിനാറിൻ്റെ ഭാഗമായിട്ട് കുട്ടികളോട് സംസാരിക്കാൻ അവർ എത്തുകയുണ്ടായി. അന്ന് ഞാൻ അവരെ നേരിൽ കാണുകയും അവരുടെ അവതരണത്തെ, കഥയുമായിട്ടുള്ള അവരുടെ ചിന്തകളെ വല്ലാതെ താല്പര്യപ്പെടുകയും ചെയ്തിരുന്നു. അവരുടെ എഴുത്തുകൾ പ്രത്യേകം അന്വേഷിച്ച് എടുത്ത് വായിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ട് അവരുടെ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ അങ്ങോട്ട് പോവുകയും അവരുടെ ഫാൻഡം ബാത്ത് എന്ന് പറയുന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. വളരെ സ്നേഹത്തോടു കൂടി അവരോടൊപ്പം ഒരു ചിത്രം എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, ഒരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ മനസ്സിലെ വലിയൊരു സമയമായിട്ട്, ഏറ്റവും വിലപിടിപ്പുള്ളൊരു സമയമായിട്ട് ഞാൻ അതിനെ നോക്കിക്കാണുന്നു. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം മാറി വന്നപ്പോൾ ഇതിൽ പാഠപുസ്തകം മറിച്ച് നോക്കുമ്പോൾ അതിൽ അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ എന്ന് പറയുന്ന കഥ, ഷാഹിനിക്കയുടെ ആ പുസ്തകത്തിലെ ഒരു കഥ നമുക്ക് പഠിക്കാനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നിയിരുന്നു. അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവർക്കൊരു മെസ്സേജ് അറിയിച്ചിരുന്നു. തിരിച്ചും അതുപോലെ തന്നെ സ്നേഹത്തോടെ ആ സന്ദേശത്തിന് മറുപടി നൽകിയത് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. ഇങ്ങനെ വീഡിയോ ക്ലാസ്സിലൂടെ കുട്ടികളോട് ഈ കഥയെപ്പറ്റി സംസാരിക്കാൻ കഴിഞ്ഞത് ഞാൻ എൻ്റെ വലിയ ഭാഗ്യമായിട്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു വലിയൊരു അവസരമായിട്ട് ഞാനിതിനെ നോക്കി കാണുകയാണ്. എഴുത്തുകാരിയെ, അതിനപ്പുറത്തേക്ക് പ്രിയപ്പെട്ട ഷാഹിനി ടീച്ചറെ മനസ്സിൽ സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം. കുട്ടികൾ ഈ കഥ വളരെ സൈലൻ്റായിട്ട്
മനസ്സിരുത്തി ഒന്ന് വായിക്കണം. ഇത് ഞാൻ വായിച്ചു തരുന്നതിനേക്കാൾ കൂടുതൽ ഈ കഥ ആസ്വദിക്കുകയാണ്. അപ്പോൾ മനസ്സറിഞ്ഞ് വായിക്കുമ്പോൾ അതിലെ പല രംഗങ്ങളും കഥാപാത്രങ്ങളുടെ അവസ്ഥകളുമൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഈ കഥ പോകുന്നത്. വായിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ ക്ലാസ് നിങ്ങൾ തുടർന്ന് കാണുക. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഇതിലെ കഥാപാത്രങ്ങളെ ഒരു സിനിമ കാണുന്നത് പോലെയോ നമ്മളുടെ കൂട്ടത്തിലെ ഒരാളുടെ യഥാർത്ഥ അവസ്ഥ പോലെയോ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. ഫിസ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെയാണ് ഈ കഥ പോകുന്നത്. വിവാഹം കഴിഞ്ഞ് ഹാഫിസിൻ്റെ ഭാര്യയായിട്ട് അവർ വീട്ടിലേക്ക് എത്തുകയും അവരുടെ വ്യക്തി ജീവിതത്തിലുണ്ടാവുന്ന സ്വകാര്യ ജീവിതത്തിലുണ്ടാവുന്ന ചില പ്രശ്നങ്ങളെയാണ് ഈ കഥ ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ വ്യക്തി ജീവിതത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ അത് ഈ സമൂഹത്തിൻ്റെ ആകമാനം പ്രശ്നങ്ങളാണ് എന്നുള്ളത് നമുക്ക് കഥയുടെ അവസാനത്തിലേക്ക് അതിലെ രംഗങ്ങളിലൂടെ വായിച്ചെത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ചിത്രരചനയോട് വളരെ താല്പര്യമുള്ള ഒരു പെൺകുട്ടി, വരയ്ക്കുകയും അതുപോലെ തന്നെ വരയ്ക്കുന്ന ക്യാൻവാസും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ബ്രഷുകളും നിറച്ചായങ്ങളും ജീവിതത്തിന് നിറച്ചാർത്തുകളാക്കി മാറ്റിയ ഫിസ എന്ന പെൺകുട്ടി വിവാഹം കഴിച്ചു പോകുന്നത് വരയോടോ എഴുത്തിനോടോ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കുടുംബ പശ്ചാത്തലത്തേക്കാണ്. ഹാഫിസ് എന്ന് പറയുന്ന ഫിസയുടെ ഭർത്താവ് കച്ചവട താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോവുകയും സ്വർണ്ണവിലയും കച്ചവട തന്ത്രങ്ങളും അത്തരത്തിലുള്ള തമാശകൾ നിറഞ്ഞ സിനിമകൾ മാത്രം കാണുന്ന അല്ലെങ്കിൽ അത്തരം സിനിമകളെ മാത്രം സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. അവിടെയാണ് ഇങ്ങനെ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന, തൻ്റെ വ്യക്തിത്വത്തെ വല്ലാതെ സ്നേഹിക്കുകയും തൻ്റെ ഇഷ്ടങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഫിസ എന്ന പെൺകുട്ടി അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ അവരുടെ പ്രശ്നങ്ങളെയാണ് ഈ കഥ പറഞ്ഞു വയ്ക്കുന്നത്. കല്യാണം കഴിഞ്ഞു പോകുന്ന വീട്ടിൽ സ്വന്തമായിട്ട് ഒരു മുറിയിലിരുന്ന് വരയ്ക്കുമ്പോൾ, എന്തിനാ നീ വരയ്ക്കുന്നത്? അത് വരച്ചിട്ട് ഈ കുടുംബത്തിന് എന്ത് നേട്ടമാണുള്ളത്? വരയാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം എന്നെല്ലാം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അമ്മയുമൊക്കെ അവളെ കുറ്റപ്പെടുത്തി ചോദ്യം ചെയ്തുകൊണ്ട് പല സാഹചര്യത്തിൽ കടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ചോദ്യം ചെയ്യലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ നേരിടുന്ന ഒരു സ്ത്രീയായിട്ട് ഫിസ അവിടെ മാറുന്നുണ്ട്. നേരിട്ട് കലഹിക്കുകയല്ല ഫിസ അവരോട് ചെയ്യുന്നത്, വളരെ നിശബ്ദമായ ഒരു മറുപടിയാണ് അവർക്ക് കൊടുക്കുന്നത്. തിരിച്ചൊന്നും പറയാതെ ആ വേദന ഉള്ളിലൊതുക്കി തൻ്റെ നിശബ്ദത കൊണ്ട് അവരുടെ വലിയ ശബ്ദത്തെ, എതിർപ്പ് അടങ്ങുന്ന വലിയ ശബ്ദത്തെ ചോദ്യം ചെയ്യുകയാണ് ഫിസ. ഫിസ അധികം സംസാരിക്കാത്തവളാണ്. പെണ്ണ് കാണൽ ചടങ്ങിന് ഹാഫിസ് വരുമ്പോൾ അവിടെ വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞാലും വര തുടരണം എന്ന് ആഗ്രഹിക്കുന്നവളാണ്. അത് വീട്ടുകാർ പറയുന്നുമുണ്ട്. അപ്പോൾ അതിനെന്താ, വരച്ചോട്ടെ, അതിന് വീട്ടുകാർക്ക് എന്താ പ്രശ്നം, ചെയ്തോട്ടെ എന്ന നിലപാട് തന്നെയാണ് എല്ലായിടത്തും പോലെ ഹാഫിസിൻ്റെ വീട്ടുകാരും തുടക്കത്തിൽ പറയുന്നത്. എന്നാൽ അതിനുശേഷം കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ കുടുംബജോലികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അല്ലെങ്കിലും ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് എന്തിനാണ് ഈ വരയും ചിത്രവും ബ്രഷും ഒക്കെ എന്നൊരു ചിന്തയിലേക്ക് അവരെത്തുന്നുണ്ട്. പുതിയ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ഫിസയോട് ഭർത്താവിൻ്റെ അമ്മ അവിടെ പറയുന്നൊരു വരി ഞാൻ വായിക്കാം. അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസേ. വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവളപ്പോൾ പറഞ്ഞു, ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ. അത് പോരാ, അനക്ക് കലത്തപ്പം ചുടാനറിയോ? ചുക്കപ്പം ചുടുവയ്യ്? ബിരിയാണി വയ്ക്കുമോ? അങ്ങനെ അടുക്കള പണി മാത്രമാണ് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഇതിൽ മാത്രമാണ് ഒരു സ്ത്രീ വീട്ടമ്മ ഒതുങ്ങേണ്ടത്, അതിൽ മികവ് തെളിയിക്കുന്നവൾ മാത്രം ആയാൽ മതി എന്നൊരു ചിന്തയിലാണ് ആ അമ്മ അവളോടൊക്കെ സംസാരിക്കുന്നത്. ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഭർത്താവിൻ്റെ ഹാഫിസിൻ്റെ അമ്മ പറയുന്ന ഒരു നെടുനീളൻ ഡയലോഗുണ്ട്, ഒരു നീണ്ട വാചകമുണ്ട്. അത് ഞാനിവിടെ വായിക്കാം, ശ്രദ്ധിക്കുക. അടുപ്പത്തെ പണി ഒരു കടലാഫിസേ. കടലെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അളന്നാലും കണ്ടാലും മതി വരാത്ത, ഒട്ടും തീരാത്ത, ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒന്നാണ് കടൽ. അതുപോലെയാണ് ഫിസേ അടുക്കള പണി എന്ന് പറഞ്ഞാൽ.
അതങ്ങോട്ട് തീർന്നു എന്ന് പറയാൻ പറ്റിയ എങ്ങനെയാ? എൻ്റെ പെയിൻ്റടി പോലെ അല്ലത് എന്നല്ല, ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല. കുടുംബത്തെ ആണുങ്ങൾക്ക് വായിക്ക് രുചിയായി വല്ലതും വെച്ചുണ്ടാക്കുക, കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കുക, അത്ര തന്നെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി. അല്ലെങ്കിൽ നാളെ മുതൽ നമുക്കെല്ലാവർക്കും ഇവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കുക, ആരും ഒന്നും തിന്നും കുടിക്കും വേണ്ട. അങ്ങനെ വീട്ടുകാരെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വീട്ടുകാർക്ക് വെച്ചു വിളമ്പി കൊടുക്കേണ്ടവൾ മാത്രമാണ് പെണ്ണ്. അവളുടെ ഇഷ്ടത്തെ ആരും കാണുന്നില്ല. ചിത്രം വരയ്ക്കാനാണെങ്കിലും വായിക്കാനാണെങ്കിലും അവൾക്ക് അതിന് അവസരമൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന വീടും പശ്ചാത്തലവുമാണ് ഈ കഥയിൽ നമുക്ക് കാണുന്നത്. അവിടെയെല്ലാം ഇത്തരം വാക്കുകളെല്ലാം ഒരു സ്ത്രീ കഥാപാത്രത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. അതെല്ലാം വളരെ വേദനയോടെ അവൾ നോക്കിക്കാണുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. പെണ്ണ് കാണാൻ പോയ ദിവസം കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഫിസയോട് ഹാഫിസ് ചോദിക്കുന്നുണ്ട്, ഫിസ എന്ന് വെച്ചാൽ എന്താണ്? അതിന് ഫിസയുടെ മറുപടി ശ്രദ്ധിക്കണം. മൂടൽമഞ്ഞ് പടർന്ന പ്രകൃതി, ഇടയ്ക്ക് മായുന്ന മഞ്ഞിലൂടെ കടന്നു വരുന്ന തെളിവെയിലിൽ നരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടി വിടർന്നൊരു ചുവപ്പ് പൂവ്, മൂടൽമഞ്ഞ്, അതാണ് ഫിസ. അങ്ങനെ പ്രകൃതിയോട് വല്ലാതെ അങ്ങ് സ്നേഹബന്ധം പുലർത്തുകയും പ്രകൃതിയുടെ കാഴ്ചകളും ആ മൂടൽമഞ്ഞിനെയൊക്കെ ക്യാൻവാസിലേക്ക്, മനസ്സിൻ്റെ ക്യാൻവാസിലേക്ക് പകർത്തെടുത്തവളാണ് ഫിസ. അതുവരെയും ഫിസയെപ്പോലെ ജീവിതത്തെ നോക്കിക്കാണുന്ന, വരയെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ ഹാഫിസ് പരിചയപ്പെട്ടിട്ടില്ല. ഹാഫിസ് അതുവരെയും കണ്ടുപോയിട്ടുള്ള പെൺകുട്ടികളിൽ കലവില പറഞ്ഞു പോകുന്ന പെൺകൂട്ടങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉടുപ്പുകളും വളകിലുക്കങ്ങൾ, ഒളിനോട്ടങ്ങൾ, ഫാഷനും സിനിമകളെയും കുറിച്ച് വർത്തമാനം പറയുന്ന പെൺകുട്ടികൾ, ആൺകുട്ടികളെക്കുറിച്ച് കമൻ്റ് അടിക്കുന്ന പെൺകുട്ടികൾ, അതിൽ നിന്നുമൊക്കെ എന്തോ ഒരു വ്യത്യസ്തത ഫിസയിൽ അനുഭവിക്കുന്നുണ്ട്. അതിനുശേഷമാണ് വിവാഹം കഴിക്കുന്നതും. പക്ഷേ വിവാഹത്തിന് ശേഷം ആ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ ആ താല്പര്യങ്ങളെ ഓർക്കാതെ വീട്ടമ്മയിലേക്ക് ഒതുക്കി തീർക്കാനാണ് ഹാഫിസും വീട്ടുകാരുമൊക്കെ തയ്യാറാവുന്നത്, അല്ലെങ്കിൽ ഇതിനെ കണ്ടില്ല എന്ന് നടിക്കുന്നതും. ഹാഫിസിൻ്റെ ഒരു സുഹൃത്ത് മുൻപ് തന്നെ ഫിസയെ പരിചയപ്പെടുന്നുണ്ട്. ഇൻ്റർസോൺ കലോത്സവത്തിൽ വെച്ച് ഹാഫിസിൻ്റെ ഒരു സുഹൃത്ത് മുൻപ് തന്നെ ഫിസയെ പരിചയമുള്ള ആളാണ്. അവിടെ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്ത ആ പെൺകുട്ടിയെ സുഹൃത്തിന് അറിയാം. ആ സുഹൃത്ത് ഹാഫിസിനോട് ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, നീ ഭാഗ്യം ചെയ്തവനാ, ദൈവത്തിൻ്റെ കയ്യൊപ്പ് അവളുടെ ചിത്രങ്ങൾക്കുണ്ട്. കണ്ണൂർ വെച്ച് നടന്ന ഇൻ്റർസോൺ കലോത്സവത്തിൽ ആർട്ടിസ്റ്റ് മാധവൻ സാറ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവം തൊട്ട കൈവിരലുകളാണ് അവളുടേത്. അങ്ങനെ ദൈവം തൊട്ട കൈവിരലുകളുള്ള പ്രകൃതിയെ തൻ്റെ ക്യാൻവാസിലേക്ക്, മനസ്സിൻ്റെ ക്യാൻവാസിലേക്കും അതുപോലെ തന്നെ ചിത്രരചനയുടെ ക്യാൻവാസിലേക്കും പകർത്തുന്ന ഫിസയെ ഒരു കച്ചവടക്കാരൻ്റെ മൂക്കുകയറിൽ പെട്ട് കിടക്കുന്നല്ലോ എന്ന് തമാശ പറയുന്നുണ്ട്. അതുതന്നെയാണ് സംഭവിക്കുന്നതും. അങ്ങനെ വളരെ നീറിയാണ് ഫിസ തൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് നീക്കി കൊണ്ടുപോകുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കാൻ അവിടെ പരിചയത്തിലുള്ള ആളുകൾ തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ ഫിസയുടെ മനസ്സിൽ ഒത്തിരി സന്തോഷമായി. തൻ്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഈ ചിത്രങ്ങളെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കണം, തൻ്റെ കലാപരമായ കഴിവുകളെ പ്രദർശിപ്പിക്കുകയും അതിൻ്റെ വലിയ സന്തോഷത്തെ, ആത്മസംതൃപ്തി നേടുകയും ചെയ്യുക. അതൊരു കലാകാരൻ്റെ, ഒരു മനുഷ്യൻ്റെ അവകാശമാണ്. ആ അവകാശം ആഗ്രഹിക്കുകയാണ് ഫിസ. അത് ഭർത്താവിനോട് ചോദിക്കുമ്പോൾ ഒരു പണ്ടാരും വേണ്ട എന്ന് പറഞ്ഞ് അതിനെ തട്ടി മാറ്റുകയാണ്. ഒരു കലാകാരിയെ സംബന്ധിച്ച്, അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യ മനസ്സിനെ സംബന്ധിച്ചിട്ട്, ഒരു പെൺകുട്ടിയുടെ മനസ്സിനെ സംബന്ധിച്ചിട്ട് അതുണ്ടാക്കുന്നത് വലിയ വേദനയാണ്. അവൾ വരയ്ക്കുന്ന ചിത്രങ്ങളും ബ്രഷുകളെയും തട്ടി മാറ്റിക്കൊണ്ട് ഹാഫിസ് പോവുകയാണ്. എനിക്ക് കഴിക്കാനുള്ളത് എവിടെയാണ്, എനിക്ക് വിശക്കുന്നുണ്ട്, അതെവിടെയെന്ന് ചോദിക്കാൻ ഇറങ്ങി പോകുമ്പോൾ ഫിസ അപ്പോഴും തർക്കുത്തരമോ അല്ലെങ്കിൽ മറ്റു മറുപടിയോ ഒന്നും പറയാതെ മിണ്ടാതെ തന്നെ ഇരിക്കുന്നുണ്ട്. വേദനകളെല്ലാം കടിച്ചമർത്തി വലിയ വിഷമത്തിലാണ് അവളുടെ ആ ഇരിപ്പ്. എനിക്കൊരു ചായ വേണം, ആ ചായ എവിടെയെന്ന് ചോദിച്ചിട്ട് ഹാഫിസ് നിൻ്റെ ചിത്രവും നീയും എന്ന് പറഞ്ഞ് അതിനെ തട്ടിത്തെറിപ്പിച്ച് പോകുന്നൊരു രംഗമുണ്ട്. വലിയ ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ വീട്ടിനകത്തേക്ക് മാറ്റിയ ആ പെൺകുട്ടിക്ക് അവിടെ വലിയ അവഗണന മാത്രമല്ല അധിക്ഷേപം കൂടി നേരിടേണ്ടി വരുന്നുണ്ട്.
ആ വേദനകളെല്ലാം ഉള്ളിൽ അമർത്തിപ്പിടിച്ച് പല്ലമർത്തി കടിച്ചു പിടിച്ച് ആ വേദനകളിൽ നേറി അവൾ തിരിച്ചൊന്നും മറുപടി പറയാതെ രോഷം കൊണ്ട് സങ്കടപ്പെട്ട് എന്താ ഒരു മരിച്ച അവസ്ഥയിൽ അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഡൈനിങ് ടേബിളിലേക്ക് പോകുന്ന ഹാഫീസ് അവിടെ പോകുമ്പോൾ കാണുന്നത് അയാൾക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും അവൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്ക് വയർ നിറച്ച് മനസ്സ് നിറച്ച് കഴിക്കാവുന്ന എല്ലാ വിഭവങ്ങളും നിരത്തി വെച്ചിട്ടാണ് അവൾ അവളുടെ സമയം ആ വരയ്ക്ക് വേണ്ടി ചിത്രരചനയ്ക്ക് വേണ്ടി അവൾ കണ്ടെത്തുന്നത്. അതിനുപോലും സംഭവിക്കാത്ത വീടുകൾ നമുക്കിടയിലുണ്ട്. അങ്ങനെ സ്വന്തം താല്പര്യങ്ങളെ തള്ളി മാറ്റുന്ന, അതിനൊട്ടും പ്രാധാന്യം കൊടുക്കാത്ത, പുറം ലോകത്തേക്കുള്ള വാതിലുകൾ അടച്ചിട്ട് അടച്ചിട്ട് വയ്ക്കുന്ന കുടുംബങ്ങൾ, പശ്ചാത്തലങ്ങൾ, അവിടെയൊക്കെ വേരിറങ്ങിപ്പോയി ഭൂമിയോളം സഹിച്ച് വേദനകൾ അമർത്തിപ്പിടിച്ച് കഴിയുന്ന എത്രയോ സ്ത്രീ ജീവിതങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതിൻ്റെ എല്ലാം പ്രതീകമായിട്ട് അടയാളപ്പെടുത്തലായിട്ട് നമുക്ക് ഫിസയെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് നോക്കി. ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞച്ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. അങ്ങനെ കരച്ചിലോടുകൂടി അവൾ കൈ കഴുകിയാണ് കഥ അവസാനിക്കുന്നത്. കഥയായതുകൊണ്ട് തന്നെ അത്തരമൊരു അവസാനം നമുക്ക് തുറന്നിട്ട ചർച്ചകൾക്കും തുറന്നിട്ട ചിന്തകൾക്കുമൊക്കെ സ്ഥാനം നൽകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ കഥ എന്നതിനപ്പുറത്തേക്ക് ഫിസയുടെ ജീവിതം, അല്ലെങ്കിൽ ഒന്നല്ല 1000 ഫിസമാരുടെ ജീവിതത്തെയാണ് ഈ കഥ നമ്മുടെ ക്യാൻവാസിലേക്ക് ഇങ്ങനെ വരച്ച് പകർന്നു തരുന്നത്. അപൂർണമായൊരു ചിത്രം അല്ലേ? സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാതെ വേദനകൾ കടിച്ചമർത്തി ആഗ്രഹങ്ങൾക്ക് എന്നും വിലങ്ങൾ മാത്രമുള്ള അപൂർണമായ കുറേ ചിത്രങ്ങൾ നമുക്കിതുപോലെ കാണാൻ കഴിയും. ഇവിടെ ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സമകാലികമായ അവസ്ഥകളെപ്പറ്റി, സാഹചര്യങ്ങളെപ്പറ്റി കുട്ടികൾക്ക് കൃത്യമായ തിരിച്ചറിവും ബോധവും ഉണ്ടാവണം. ഒരു ക്ലാസ് മുറിക്കകത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പശ്ചാത്തലത്തിലിരിക്കുമ്പോൾ ലിംഗപരമായുള്ള സമത്വം, ആൺപെൺ വ്യത്യാസങ്ങൾ, അടുക്കള അരങ്ങത്ത് മാത്രം പ്രേതാത്മകളെപ്പോലെ ജീവിക്കുന്ന സ്ത്രീ ജീവിതങ്ങളെയൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ തെളിഞ്ഞു പോകണം. അതോടൊപ്പം തന്നെ ഇതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകളെ പറ്റിയും ഒക്കെ നിങ്ങൾ മനസ്സിൽ ഓർക്കണം. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമ ഈ കഥയോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു സിനിമാനുഭവമാണ്. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കലയെ വല്ലാതെ സ്നേഹിക്കുകയും എന്നാൽ ഒരു അടുക്കള മാത്രം ഭൂലോകമായി കഴിയണമെന്ന് കരുതുന്ന ഒരു കുടുംബത്തിലേക്ക് വിവാഹം കഴിഞ്ഞു പോകുന്ന പെൺകുട്ടി അവിടം വിട്ടിറങ്ങുന്ന ഒരു കഥയാണ്. വല്ലാതെ നമ്മുടെ നെഞ്ചിനെയൊക്കെ വല്ലാതെ സ്പർശിച്ചു പോകുന്ന ഒരു സിനിമയാണ്. നിർബന്ധമായിട്ടും കുട്ടികൾ ആ സിനിമ കാണേണ്ടിയിരിക്കുന്നു. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയെപ്പറ്റി പറഞ്ഞപ്പോഴാണ് മലയാളത്തിൽ തന്നെ ജയ് 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 ഹേ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതൊരു കൊമേഴ്ഷ്യൽ പടമാണ്. ആ സിനിമയിലും ഏതാണ്ട് ഈ വിഷയം തന്നെയാണ് സംസാരിക്കുന്നത്. അതിൽ നായകനും നായികയും വിവാഹം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് എത്തുമ്പോൾ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും അതിനെ അവരെങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ളത്. പുതിയ ജനറേഷൻ്റെ ഒരു കാലത്ത് അതിലെ നായിക കഥാപാത്രം ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായപ്പോൾ ഇത്ര അടിയാണ് കൊണ്ടത്, ഇനി ജീവിതത്തിൽ ഇത്ര കാലം ഇരിക്കുമ്പോൾ എത്ര അടി കൊള്ളേണ്ടി വരും എന്ന് ആയിരങ്ങളുടെ കണക്ക് എഴുതി സ്വയം തിരിച്ചറിയുന്നുണ്ട്. ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. എന്നിട്ട് പതിയെ അവൾ ഭർത്താവിനെ തിരിച്ച് പ്രതികരിക്കുന്ന രീതി വളരെ രസകരമായിട്ട് തമാശയായിട്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിലും തിയേറ്ററുകളിലും സിനിമ കാണുമ്പോഴും ഒത്തിരി ചിരി അനുഭവങ്ങൾ തരുന്നുണ്ടെങ്കിലും ആ സിനിമയിലെ തുടക്കം തൊട്ട് അവസാനം വരെയും ഒരു നീറ്റിലായിട്ട് ആ ഒരു സ്ത്രീ ജീവിതത്തെ നമുക്ക് അനുഭവപ്പെടും. സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, സ്ത്രീക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്ന ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ അത് അനുസരണയും പാചകം ചെയ്യാനുള്ള കഴിവും ഒക്കെയാണെന്ന് പറയുന്ന കഥാപാത്രം ചിരിപ്പിക്കുകയല്ല, അതെല്ലാം ചിന്തിപ്പിക്കുന്ന വാക്കുകളായിട്ടാണ് ഉള്ളിലേക്ക് എടുക്കേണ്ടത്. അങ്ങനെ സിനിമയാണെങ്കിലും സമൂഹമാണെങ്കിലും എഴുത്താണെങ്കിലും ഒക്കെ ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന നേരിടുന്ന വിഷയങ്ങളെയാണ്. ഈ കഥ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലേക്ക് വന്ന കാര്യങ്ങളാണിത്.
ഇനി കഥയിലേക്ക് വരാം. ഇവിടെ ഫിസയിലേക്കാണ് ഞാൻ വരുന്നത്. ഫിസയുടെ സാഹചര്യം ആഗ്രഹങ്ങൾക്ക് വിലങ്ങുതടിയാവുമ്പോഴും അതിനെതിരെ അവളൊന്നും ശബ്ദിക്കുന്നില്ല, അല്ലെങ്കിൽ എതിർത്തൊന്നും പറയുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ചിലരങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ പ്രതികരിക്കുന്നതിനേക്കാൾ ശക്തി നിശബ്ദതയ്ക്ക് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചില നേരങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ വാതുറന്ന് ഒച്ച വയ്ക്കുന്നതിനേക്കാളും വലിയ ആഴത്തിലുള്ള പ്രതിഷേധവും വലിയ അമർഷവും ചില നിശബ്ദതകൾക്കുണ്ട്. ആ ഒരു നിശബ്ദതയായിട്ടാണ് എനിക്ക് ഫിസയുടെ നിശബ്ദതയെ കണക്ട് ചെയ്യാൻ തോന്നിയത്. അവളൊന്നും പറയാതിരിക്കുന്നതിൽ എന്തൊക്കെയോ പറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? അതല്ലാതെ നമ്മൾ ഫിസ ഒന്നും മിണ്ടുന്നില്ല, അവൾക്ക് വേദനയില്ല എന്നല്ലല്ലോ നമ്മളതിനെ മനസ്സിലാക്കുന്നത്. അവളുടെ നിശബ്ദതയ്ക്ക് ഏതെല്ലാമോ ശബ്ദങ്ങളുടെ തീവ്രത നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പറ്റിപ്പിടിച്ചിരിക്കുന്ന അപൂർണമായ ചില ചിത്രങ്ങളുടെ പെയിൻറ്റിങ്ങുകൾ അവൾ കഴുകിക്കളയുന്നുണ്ട്. ആ കഴുകിക്കളയൽ അവളുടെ വേദനകളെ ആവാം, അവളുടെ നടക്കാതെ പോയ സ്വപ്നങ്ങളെ ആവാം, അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ ആഗ്രഹം, ആ ആഗ്രഹങ്ങളുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാവാം. തന്നെ അടക്കി ഭരിക്കുന്ന, അല്ലെങ്കിൽ ഒന്നിനും സമ്മതിക്കാതെ തൻ്റെ ആഗ്രഹങ്ങളെ അവഗണിക്കുന്ന ഹാഫിസിനെയോ അത്തരം കുടുംബ പശ്ചാത്തലങ്ങളെയോ അവഗണിച്ചുകൊണ്ട് ആ വേദനകളെ മറന്ന് കൈകഴുകി സ്വതന്ത്രമായ ഒരു ജീവിത പരിശുദ്ധിയിലേക്ക്, അഴുക്ക് പടർന്ന ആ ജീവിത സാഹചര്യത്തിൽ നിന്ന് നിറച്ചാർത്തുകളുടെ ഒരു ലോകത്തിലേക്ക് പോവാൻ ഫിദ വളരെ നിശബ്ദമായി തന്നെ തയ്യാറെടുക്കുന്നതായിട്ട്, ഒരുങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ വെറുതെ ഒരു കയ്യും കഴുകി ഹാഫിസിൻ്റെ അടിമയായിട്ട് ആ വീട്ടിനകത്ത് ഇരിക്കുമോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് അല്ലേ? അങ്ങനെ ഇരിക്കേണ്ടവളാണോ പെണ്ണ്? അങ്ങനെ ഇരിക്കേണ്ടവളാണോ? അല്ല. എല്ലാവരെയും പോലെ തന്നെ സ്വതന്ത്രമായി ആഗ്രഹിക്കാനും സ്വപ്നം കാണാനുമുള്ള അവകാശം ഒരു സ്ത്രീക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഷാഹിന ടീച്ചർ ഈ കഥയിലൂടെ നമുക്ക് മുന്നിൽ പറഞ്ഞു വയ്ക്കുന്നത്. ആ ഒരു കൈ കഴുകൽ അത് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യത്തിലേക്കുള്ള, അതിൻ്റെ പരിശുദ്ധിയിലേക്ക്, ആഗ്രഹ സാഫല്യത്തിലേക്കുള്ളൊരു യാത്രയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. കഥയായതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പല രീതിയിൽ നമുക്ക് വായിക്കാം. കഥയായതുകൊണ്ട് തന്നെ അതിന് നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ വിലയിരുത്താൻ കഴിയും. എങ്ങനെ വിലയിരുത്തുമ്പോഴും ഫിസ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിലേക്ക് പോറിയിട്ട ആ ഒരു വലിയൊരു വേദനയുടെ അടയാളപ്പെടുത്തലിൻ്റെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളുടെ ഒരു ബിംബമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഫിസ ആത്മധൈര്യമില്ലാത്തവളോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ കഴിയാത്തവളോ പ്രതികരണശേഷി ഇല്ലാത്തവളോ അല്ല. മറിച്ച് അവളുടെ പ്രതികരണവും അവളുടെ പ്രതിഷേധവും എല്ലാം വരകളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊരു കഥാപാത്രമാണ്. അവൾക്ക് പറയാനുള്ളതെല്ലാം ക്യാൻവാസിലേക്ക് പകർത്തുന്ന ഒരു കലാകാരിയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള വ്യക്തമായ ധാരണ അവൾക്കുണ്ട്. ഫിസ എന്നുള്ള പേര് പോലും മൂടൽ മഞ്ഞിലേക്ക് ചേർത്ത് പിടിച്ച ഒരു കലാകാരി. നിശബ്ദമായ കരച്ചിലോടെ കൈകഴുകുന്നത് ഇനി ജീവിതത്തിലെ വലിയ സന്തോഷങ്ങളുടെ ചിരിയിലേക്കുള്ള ഒരു നടത്തമാവാം എന്ന് ഞാൻ കരുതുന്നു. ഇതിൽ ഫിസ എന്ന കഥാപാത്രത്തെ കുട്ടികൾ ആഴത്തിൽ മനസ്സിലാക്കുക. ഫിസയുടെ കഥാപാത്ര നിരൂപണം ചെയ്യാനുള്ള അവരുടെ ഗുണങ്ങളും അവരുടെ സ്വഭാവ സവിശേഷതകളും കഥാസന്ദർഭത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് കഥാപാത്ര നിരൂപണം എഴുതാൻ തയ്യാറാവുക. ഇത്തരത്തിലുള്ള ജീവിതങ്ങളെ തിരിച്ചറിയുക. നമ്മുടെ വീട്ടിലാണെങ്കിലും ഇത്തരത്തിൽ പെണ്ണ് അടുക്കളയിൽ ജീവിക്കേണ്ടവളാണ് എന്നുള്ള തോന്നലുകളുണ്ടെങ്കിൽ ആ തോന്നലുകൾ തിരുത്തി അതിനെ തേച്ച് മാച്ച് പുതിയൊരു കാലത്തിലേക്ക് പരസ്പരം ബഹുമാനത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദരവിൻ്റെ കാലത്തിലേക്ക് നമുക്ക് എത്തേണ്ടതാണ്. ഇതുപോലെ തന്നെ ഇതുപോലെ ഫിസയുടെ കഥ പറയുന്ന ചിത്രകാരി എന്ന കഥ പോലെ തന്നെ മറ്റൊരു കഥ പ്ലസ് വണ്ണിൽ പഠിക്കാനായിട്ടുണ്ട്. KR മീര എന്ന എഴുത്തുകാരിയുടെ ഓർമ്മയുടെ ഞരമ്പ്. ആ കഥയും ഏതാണ്ട് ഈ വിഷയം തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഫിസയുടെ നിശബ്ദമായ പ്രതിഷേധത്തിലേക്ക് പോകുമ്പോൾ, സ്വപ്നങ്ങളെ നോക്കിക്കാണുമ്പോൾ, KR മീരയുടെ കഥയിലേക്ക് വരുമ്പോൾ അവിടെ വൃദ്ധയും പെൺകുട്ടിയാണ് കഥാപാത്രമായിട്ട് വരുന്നത്. അവിടെയും ഇതേ വീട്ടിലെ സാഹചര്യങ്ങൾ തന്നെയാണ് അവിടെ വിവാഹം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടിക്കും നേരിടേണ്ടി വരുന്നത്.
അതിൽ ഒരു ഡയലോഗ് കൂടെ, ഒരു സംഭാഷണം കൂടെ പാഠപുസ്തകത്തിൻ്റെ പ്രവർത്തനമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. സമ്മേളനത്തിന് കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകിലായിരുന്നു ഇത്ര. എന്താ ശരിയല്ലേ? എന്തിനാ ആ പാട്ടും കഥയും? അമ്മ പറയണത് പോലെ പെണ്ണായ ചോറും കറിയും വെക്കണം, പെറണം. അങ്ങനെ വീട്ടിലുള്ളവർക്ക് ചോറും കറിയും വെക്കേണ്ടവൾ മാത്രമാണ് പെണ്ണ്. അവരുടെ സന്താനങ്ങളെ പ്രസവിക്കുക, അതാണ് അവളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് കരുതുന്ന ഒരു വീടാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലും വരുന്നത്. ഈ സാഹചര്യവും ഫിസയുടെ ജീവിതത്തിൽ, ചിത്രകാരി എന്ന കഥയിൽ വരുന്ന ആ അമ്മ പറയുന്ന സംഭാഷണവും ഇത് തമ്മിൽ താരതമ്യം ചെയ്ത് കഥാസന്ദർഭങ്ങളെ വിശകലനം ചെയ്ത് നിങ്ങളുടേതായ അഭിപ്രായം, ഇന്ന് സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളെ, അവർ അനുഭവിക്കുന്ന വലിയ വേദനകളെയൊക്കെ മനസ്സിലാക്കി അതിന് നിങ്ങൾ നിരീക്ഷണവും നിങ്ങളുടെ വിശകലനവുമൊക്കെ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനും പ്രവർത്തനമുണ്ട്. ഇത്തരത്തിലുള്ള അവസ്ഥകൾ നമ്മുടെ സമൂഹത്തിലുണ്ടോ? സമൂഹം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിലാണ്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സ്വപ്നങ്ങൾ ഒന്നും ആവാതെ പോയി വിഷമിച്ച് കഴിയുന്ന അമ്മമാർ, അനിയത്തിമാർ, വേണ്ടപ്പെട്ടവർ നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ കണ്ണാടി. നമ്മുടെ വീട് തന്നെയാണ് സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നത്. അങ്ങനെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സ്ത്രീകളല്ല ഈ നാട്ടിലുണ്ടാവേണ്ടത്. നമ്മുടെ നാട്ടിൽ പകരം സ്വപ്നങ്ങൾ പൂവണിയുന്ന, തൻ്റെ ജീവിതമെന്ന വലിയ ക്യാൻവാസിൽ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന, സ്വപ്നത്തെ ഒരു പൂന്തോട്ടമാക്കി മാറ്റുന്ന, ചിരിക്കുന്ന, അവകാശങ്ങൾക്ക് വേണ്ടി തുറന്ന് എഴുതുന്ന, കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുന്ന കുട്ടികളായിട്ട് നിങ്ങൾക്ക് വളരാൻ കഴിയട്ടെ. അതിനെ അംഗീകരിക്കുന്ന കുട്ടികളായിട്ട് നിങ്ങൾക്ക് വളരാൻ കഴിയട്ടെ എന്ന് പറയുന്നു. ഈ ഒരു പാഠഭാഗം നിങ്ങളോട് സംസാരിക്കാൻ, ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുൻപ് പറയുന്നത് പോലെ തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്തുക, ചോദിക്കുക. അതിന് മറുപടി ഞാൻ നൽകാം. നിങ്ങളോടൊപ്പം എന്നും സ്നേഹത്തോടെ ഉണ്ടാവും. മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം, അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം, കാര്യമായി സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ബൈ.